എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അസംബ്ലി ഇലക്ഷൻ 2026 സംബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ എല്ലാ പ്രിപ്പറേഷൻസ് ഇപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ നമ്മുടെ സ്ക്രൂട്ടിനിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ 216 നോമിനേഷൻസ് ആണ് റിസീവ് ചെയ്തത്. അപ്പോൾ വാലിഡ് നോമിനേഷൻസ് 137 ആണ്. അതെല്ലാം പ്രോപ്പറായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഇതിൻ്റെ പകരം നമ്മുടെ പോളിംഗ് ബൂത്തിൻ്റെ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 3682 ആയിരുന്നു. അതിൻ്റെ പകരം 7 ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻസും കൂടി അതിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിയതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വഴി. സോ ടോട്ടൽ നമ്പർ ഓഫ് പോളിംഗ് ബൂത്ത്സ് നമ്മുടെ ജില്ലയിൽ 3687 ആണ്. നമ്മുടെ ഈ പോളിംഗ് ബൂത്തിൻ്റെ വൾനറബിലിറ്റി മാപ്പിംഗ് ഒരു എക്സസൈസ് ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് കഴിച്ചു. അത് 15 ലൊക്കേഷൻസ് ആണ് നമ്മുടെ വൾനറബിൾ ഏരിയാസ്. 43 പോളിംഗ് ബൂത്ത് നമുക്ക് ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത് ആ രീതിയിൽ സ്ഥാപിച്ചു. അതിൽ നമുക്ക് എക്സ്ട്രാ സെക്യൂരിറ്റി ഡിപ്ലോയ്മെൻറ്റും നമ്മുടെ CAPFൻ്റെ ജവാനൊക്കെ ഇവിടെ നമുക്ക് സ്റ്റേഷൻ ചെയ്യാം. EVM സംബന്ധിച്ച് നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിനിങ് സംബന്ധിച്ച് എല്ലാ മണ്ഡലത്തിൽ 15 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ ഇന്നലെ മുതൽ എല്ലാ മണ്ഡലത്തിൽ നമ്മുടെ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയത്. പോളിംഗ് പാർട്ടീൻ്റെ ഫസ്റ്റ് റാൻഡമൈസേഷൻ നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അതിൻ്റെ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഈ തവണ നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഡയറക്ഷനുണ്ട്. ട്രെയിനിങ് സമയത്ത് ഒരു സെപ്പറേറ്റ് ഹാൾ വെച്ചിട്ട് അവിടെ മോക്ക് പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. 100 പോൾ വെച്ചിട്ട് ഒരു മോക്ക് പോൾ സർട്ടിഫിക്കറ്റും നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യേണ്ടി വരും. സോ ആ രീതിയിൽ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കാര്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 11 ഒബ്സർവേഴ്സ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. 6 ജനറൽ ഒബ്സർവേഴ്സ്, പിന്നെ 4 എക്സ്പെൻഡിച്ചർ ഒബ്സർവർ, ഒറ്റ പോലീസ് ഒബ്സർവർ ആണ് ഇവിടെ വന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംബന്ധിച്ച് എല്ലാ കമ്മ്യൂണിക്കേഷൻസും അതിൻ്റെ ഫോൺ നമ്പേഴ്സൊക്കെ ഓൾറെഡി നമുക്ക് മീഡിയയിൽ വൈഡ് പബ്ലിസിറ്റി കൊടുത്തു. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി കാൻഡിഡേറ്റ്സും ആൾക്കാരും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദേ ക്യാൻ ഡയറക്ട്ലി കോൾ ആൻഡ് റീച്ച് ഓൾ ദീസ് ഒബ്സർവേഴ്സ് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിലെ ടൂറൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് already they are rounding the district. Micro observers നമുക്ക് നിയമിച്ചു. അതിൻ്റെ ഫസ്റ്റ് റാൻഡമൈസേഷൻ ഓൾറെഡി ആയി. ഇപ്പോൾ അടുത്ത 2-3 ദിവസത്തേക്ക് മൈക്രോ ഒബ്സർവേഴ്സിൻ്റെ ട്രെയിനിങ് ഒക്കെ നമുക്ക് ചെയ്യാം. ഹോം വോട്ടിംഗ് സംബന്ധിച്ചാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി ഹോം വോട്ടിംഗ് സംബന്ധിച്ച് ഫോംസ് ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് VLO മുഖേന തിരിച്ച് കിട്ടി. ഏകദേശം ജില്ലയിൽ 18,294 ആൾക്കാരാണ് നമുക്ക് ഹോം വോട്ടിംഗ് ഓപ്റ്റ് ചെയ്തു. ഈ 2 കാറ്റഗറീസിലാണ് നമുക്ക് ഹോം വോട്ടിംഗ്. 85 മുകളിലുള്ള നമുക്ക് സീനിയർ സിറ്റിസൺസ് ആൻഡ് പേഴ്സൺ വിത്ത് ഫിസിക്കൽ ഡിസേബിലിറ്റി. സോ ടോട്ടൽ നമ്പറാണ് 18,294. ഹോം വോട്ടിംഗ് സംബന്ധിച്ച് നമുക്ക് ഓൾറെഡി 191 ടീം സ്ഥാപിച്ചു. ഇതിൻ്റെ പകരം കുറേ റിസർവ് ടീംസും കൂടി ഉണ്ടാവും. ഈ ഹോം വോട്ടിംഗ് ടീമിൽ ഒരു വണ്ടി, GPS മൗണ്ടഡ് വെഹിക്കിൾ, അതിൻ്റെ പകരം ഒരു പ്രിസൈഡിംഗ് ഓഫീസറും പിന്നെ ഒരു പോലീസ് ഓഫീസർ ആൻഡ് ഒരു ക്യാമറാമാൻ, പിന്നെ BLOൻ്റെ സഹായത കിട്ടിയിട്ട് വീട്ടിൽ ടൂർ ചെയ്യും. ആൻഡ് ഈ നമുക്ക് 5 ദിവസത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം 29th അല്ലെങ്കിൽ 30th നമുക്ക് ഈ ഹോം വോട്ടിങ്ങിൻ്റെ കാര്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലോ ആൻഡ് ഓർഡർ, MCC, എക്സ്പെൻഡിച്ചർ മോണിറ്ററിങ് സംബന്ധിച്ച് ജില്ലയിൽ എല്ലാ കാര്യം നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 144 ഫ്ലൈയിങ് സ്ക്വാഡ്സ് ആണ് നിലവിൽ ഇപ്പോൾ ആക്റ്റീവാണ്. 144 സ്റ്റാറ്റിക് സർവൈലൻസ് ടീം ഇപ്പോൾ ആക്റ്റീവാണ്. 32 ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്സ് ആക്റ്റീവാണ്. 32 വീഡിയോ സർവൈലൻസ് ടീം ആക്റ്റീവാണ്. 16 വീഡിയോ വ്യൂയിങ് ടീം, ഒരു ടീം ഒരു മണ്ഡലത്തിൽ. ആ രീതിയിൽ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖേന ഇതിൻ്റെ നന്നായിട്ട് കോർഡിനേഷൻ ഉണ്ട്. മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഇപ്പോൾ 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംബന്ധിച്ചൊരു ആദ്യഘട്ടത്തിൽ മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്, പ്രസ് റിലീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ സംബന്ധിച്ച് കൺട്രോൾ റൂം 24/7 നമുക്ക് ഇവിടെ സ്ഥാപീകരിച്ചു. അതിൻ്റെ നമ്പറൊക്കെ വൈഡ് പബ്ലിസിറ്റി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. C-Vigil ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ്റെ ഇനീഷ്യേറ്റീവ്. ആ C-Vigilൻ്റെ ഭാഗമായിട്ട് വന്ന എല്ലാ കംപ്ലയിൻറ്റ്സ് നമുക്ക് വിതിൻ 100 minutes തീർപ്പാക്കേണ്ടി വരും. അതും പ്രയാസം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ ആവറേജ് ടൈം നല്ലതാണ്. അറൗണ്ട് 30 minutes ഈസ് അവർ ആവറേജ് ടൈം ഫോർ ഡിസ്പോസിങ് ഓൾ ദീസ് കംപ്ലയിൻറ്റ്സ്.
പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ച് ഒരു ജില്ലാ ലെവൽ ക്ലിയറിംഗ് സെൻറ്റർ അതും ഓൾറെഡി സ്ഥാപീകരിച്ചു. അതിൻ്റെ ഒരു നോഡൽ ഓഫീസറും കൂടി ചുമതല എടുത്തു. ഈ തവണ നമ്മുടെ ഈ ഫസ്റ്റ് ഘട്ടത്തിൽ ട്രെയിനിങ് ആ സമയത്ത് ഈ നമ്മുടെ എല്ലാ പോളിംഗ് പാർട്ടീസിൽ നിന്ന് ഈ പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ച് ഫോം എടുത്തിട്ട് പിന്നെ ക്ലിയറിംഗ് സെൻറ്റർ വഴി അതാത് മണ്ഡലം അല്ലെങ്കിൽ അതാത് ജില്ലയിൽ സ്റ്റേറ്റ് ലെവൽ ക്ലിയറിംഗ് സെൻറ്റർ അല്ലെങ്കിൽ റീജിയണൽ ലെവൽ ക്ലിയറിംഗ് സെൻറ്റേഴ്സിൽ ഈ ഫോംസ് ഒക്കെ എവിടെ വരും അതിൻ്റെ എല്ലാ മോണിറ്ററിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പകരം നമ്മുടെ ജില്ലയിൽ 16 മണ്ഡലമുണ്ട്. അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ കളക്ഷൻ സെൻറ്റർ നമ്മുടെ വോട്ടിംഗ് മെഷീനിൻ്റെ 13 ലൊക്കേഷൻസിലാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, 13 ലൊക്കേഷൻസിലാണ് കളക്ഷൻ സെൻറ്റർ. കൗണ്ടിങ് സെൻറ്റർ നമ്മുടെ 14 മണ്ഡലത്തിൻ്റെ 7 ലൊക്കേഷൻസിലാണ് കൗണ്ടിങ് സെൻറ്റർ. നമുക്ക് ലോ ആൻഡ് ഓർഡർ സംബന്ധിച്ച് 2 BSFിൻ്റെ കമ്പനി ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പകരം നമുക്ക് കൂടാതെ 7 കമ്പനീസ് കൂടി ഇവിടെ വരും. അതിൻ്റെ ഡെപ്ലോയ്മെൻറ്റ് ഉടനെ ആവും. ഇന്റർ സ്റ്റേറ്റ് മീറ്റിംഗ് ഓൾറെഡി ഒരു മീറ്റിംഗ് നമുക്ക് ചെയ്യുന്നുണ്ട്. നാളെ 2ാമത്തെ മീറ്റിംഗ് ആണ് നമ്മുടെ ഇന്റർ സ്റ്റേറ്റ് തമിഴ്നാട് നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഒബ്സർവറുമായിട്ടൊരു മീറ്റിംഗ് അത് നാളെ നമുക്ക് വെച്ചിട്ടുണ്ട്. സ്വീപ്പാണ് അടുത്ത്. സ്വീപ്പ് സംബന്ധിച്ച് ഒരു ജില്ലാ ലെവൽ ഇനോഗ്രേഷൻ കോട്ടക്കുന്നു പാർക്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നന്നായിട്ട് പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടിയതാണ്. നമ്മുടെ ഒബ്സർവേഴ്സും കൂടി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഇതിൻ്റെ പകരം പല ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തു. ഓരോ ആക്ടിവിറ്റി നമ്മുടെ തിരൂർ സബ് ഡിവിഷനിലാണ് പ്ലാൻ ചെയ്തു. അടുത്ത വീക്കെൻഡിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ ഒരു ആക്ടിവിറ്റി നമുക്ക് നിലമ്പൂർ ഏരിയയിൽ പ്ലാൻ ചെയ്തു. അതിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസൊക്കെ നിരന്തരമായിട്ട് നമുക്ക് മീഡിയന് കൊടുക്കാം. അത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് എല്ലാ ആക്ടിവിറ്റീസ് നമുക്ക് എല്ലാ നോഡൽ ഓഫീസേഴ്സ് ഇൻ പ്ലേസ് ആണ്. ഇന്ന് രാവിലെയും നോഡൽ ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. എല്ലാ ഇതിന് ആവശ്യമുള്ള ഏതാ ദിശാനിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. That's it. Thank you. അതെ, ഈ ഹോം വോട്ടിങ്ങിൻ്റെ ഒരു SOP ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ SOP പ്രകാരം നമുക്ക് എല്ലാ ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ നമ്മുടെ ഞാൻ പറഞ്ഞത് ഏകദേശം 192 ടീംസ് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീഡിങ്സ് ഇന്നായി. അതിൻ്റെ ട്രെയിനിങ്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത 2-3 ദിവസത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഏകദേശം 29th അല്ലെങ്കിൽ 30th ഇതിൻ്റെ നമുക്ക് ഹോം വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒന്നും അത് നോക്കാം നമുക്ക് എങ്ങനെയാണ്. അതിൻ്റെ സംബന്ധിച്ച് വാട്ട് എവർ ഡയറക്ഷൻസ് ആർ റിക്വയർഡ് വിൽ ഗിവ്. അതെ, അത് എൻ്റെ ശ്രദ്ധയിൽ രാവിലെ വന്നു ഈ വിഷയം. ഞാൻ ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് സംസാരിച്ചു. സോ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഏതാണ് ഇതിൻ്റെ ആക്ഷൻ അത് നമുക്ക് എടുക്കാം. രാവിലെയാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നത്. ായിട്ട് ഇൻഫോം ചെയ്തു അല്ലേ? സോ ദർ ഈസ് എ ഡയറക്ഷൻ. ഇഷ്യൂ എനിക്ക് പറയുക എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ROന്റെ എൻ്റെ ഇഷ്യൂ ആയിരുന്നു. അല്ല, ഈ തവണ നമ്മുടെ കൂടുതൽ ഫോക്കസാണ്.